പോലീസും മീഡിയയും. ദിയ ഉറക്കെ കരയുന്നുണ്ട്. എന്തിനടി മോങ്ങുന്നത്? റൂമൊക്കെ സെറ്റ് ചെയ്ത് ഇവനെ വിളിച്ചു വരുത്തിയിട്ട് പിടിക്കപ്പെട്ടപ്പോൾ മോങ്ങുന്നോ? ലേഡി കോൺസ്റ്റബിൾ ചോദിച്ചു. ഇയാൾ ആരെന്ന് എനിക്കറിയില്ല. ആ, ഇതാ ഇപ്പം കഥ. അപ്പോൾ ഈ ഒരുങ്ങിക്കെട്ടി കാത്തിരിപ്പ് പതിവാണല്ലേ? മാഡം, എന്നെ മോശം പറയരുത്. ഞാൻ ആരാന്ന് അറിയില്ല നിങ്ങൾക്ക്. ദിയ ഉച്ചത്തിൽ സംസാരിച്ചതും കോൺസ്റ്റബിൾ അവളുടെ കരണം നോക്കി ഒന്ന് കൊടുത്തു. നീ എന്താടാ ഒന്നും പറയാത്തത്? ഒന്നും നടക്കാത്തതിലുള്ള സങ്കടാണോ? SI യാദവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവൻ നിന്ന് ആടുന്നുണ്ട്. എൻ്റെ പൊന്നു സാറേ, ചെക്കൻ പൂശിയേക്കുവാ, ഒരു കോൺസ്റ്റബിൾ പറഞ്ഞു. ഹോട്ടൽ മാനേജർ SIക്ക് അടുത്തേക്ക് വന്നു. ഞാനാണ് സാർ നിങ്ങളെ വിളിച്ചത്. ഇത് മാന്യമായി പോകുന്ന ഒരു ഹോട്ടലാ. ഈ വക പരിപാടിക്കാണ് ഈ കൊച്ചു റൂം എടുത്തതെന്ന് എനിക്കറിയില്ലായിരുന്നു. SI രണ്ടുപേരെയും മാറി മാറി നോക്കി. ഇനിയെല്ലാം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ജീപ്പിലേക്ക് കയറാൻ നിന്ന ദിയയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു. അവി കണ്ണുകൾ അമർത്തി തുടച്ച് വിളിച്ചു. ഹായ് സാർ, എന്താ പ്രശ്നം? അവൻ ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. അത് ചോദിക്കാൻ നീ ആരാ? SI കലിപ്പിലാണ്. സോറി സാർ, നിങ്ങളുടെ ഡ്യൂട്ടിക്ക് തടസ്സം നിന്നതല്ല. ഞാൻ വർമ്മ ഗ്രൂപ്പ്സിൻ്റെ MD ആണ്, അഭിമന്യു വർമ്മ. ഈ കുട്ടി എൻ്റെ ഓഫീസ് സ്റ്റാഫാണ്. കുട്ടി ശരിയല്ല. ഈ പ്രായത്തിൽ അവൾക്ക് വേണ്ടാത്ത ചിന്തകളാ. എന്തായാലും വീട്ടുകാർ വരട്ടെ. പാതിരാത്രി ചോദിക്കാനും പറയാനും ആരുമില്ലേന്ന് ചോദിക്കണം. ലേഡി കോൺസ്റ്റബിൾ അവളെ ജീപ്പിലേക്ക് തള്ളിക്കയറ്റി. അഭി, ദിയ കരച്ചിലോടെ വിളിച്ചു. അവൻ തലചരിച്ച് യാദവിനെയാണ് നോക്കിയത്. രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ കൊരുത്തു. അഭിയുടെ ചുണ്ടിൽ മിന്നി മറഞ്ഞ ചിരി കണ്ടതും യാദവ് നിന്ന് ചീറി. അവരെയും കൊണ്ട് ജീപ്പ് പോയി. രാത്രി തന്നെ ദിയെ ഇറക്കാൻ വക്കീലും ശീതളും വന്നു. അവളെ കൊണ്ട് പോവുകയും ചെയ്തു. എന്താടാ, നിനക്ക് വേണ്ടി ആരും വന്നില്ലല്ലോ? SI ചോദിച്ചതും യാദവ് പല്ല് കടിച്ചു. ഞാൻ ട്രിവാൻഡ്രം ആണ് സാർ. ഇവിടെ എനിക്ക് പരിചയക്കാറില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ. ഞാൻ നിൻ്റെ ഫ്രണ്ടല്ലേ. ഒരാപത്ത് വന്നാൽ ഞാൻ നിന്നെ സഹായിക്കാതിരിക്കൂ? ചെയ്യുന്നത് നാറ്റക്കേസാണേലും ഫ്രണ്ടെന്നും ഫ്രണ്ട് തന്നെയല്ലേ? അഭിമന്യുവിനെ കണ്ടതും SI പുഞ്ചിരിച്ചു. ഫ്രണ്ടിനെ കൂടുതൽ അടുപ്പിക്കാതിരിക്കുന്നതാ തനിക്ക് നല്ലത്. അഭിയുടെ കണ്ണുകൾ ദിയയ്ക്കായി പരതി. ആ കുട്ടിയെ കൊണ്ടുപോയി. സിസ്റ്ററും വക്കീലും വന്നു. താൻ ഇതിൽ ഒരു സൈൻ ചെയ്തിട്ട് അവനെ കൂട്ടിക്കൊണ്ടുപോയിക്കോ. ഇവിടെ ഇത് പുത്തരി അല്ലാത്തത് കൊണ്ട് കേസ് ഫയൽ ചെയ്തിട്ടില്ല. സൈൻ ചെയ്യുമ്പോൾ രജിസ്റ്ററിൽ കിടക്കുന്ന ശീതളിൻ്റെ പേര് കണ്ട് അവൻ്റെ ചുണ്ടിൽ ചിരി മിന്നി. ചേച്ചിയും അനിയത്തിയും ചേർന്ന് വിരിച്ച വലയാ. പക്ഷേ സമയദോഷം, അല്ലാണ്ടെന്ത്. SIക്ക് ഒരു താങ്ക്സും പറഞ്ഞ് അഫി മുന്നേ ഇറങ്ങി. പിന്നാലെ യാദവും. കാറിൽ ചാരി നിൽക്കുന്ന അഭിമന്യുവിനെ കണ്ടതും അവൻ്റെ ഉള്ളിൽ പക കത്തിയെരിഞ്ഞു. എടാ, നീ എന്നെ? അഫിയുടെ കോളറിൽ അവൻ കുത്തിപ്പിടിച്ചു. യെസ്, ഞാൻ തന്നെ, അഭിമന്യു പതിയെ പറഞ്ഞു. യാദവിൻ്റെ കണ്ണുകൾ കുറുകി. നിന്നെ ഈ ആടുന്ന പരുവത്തിലാക്കാൻ എനിക്ക് ഇത്തിരി കാശ് ചിലവായി. എന്നാലും സാരമില്ല, ഉദ്ദേശിച്ച കാര്യം നന്നായി നടന്നില്ലേ? നടന്നു, പക്ഷേ ഒരു ഫോൺ പോയി എന്ന് കരുതി നീ സന്തോഷിക്കണ്ട. നാളെ സീതാലക്ഷ്മിയെ പുറം ലോകം കാണും. നന്നായി തന്നെ. ഓ, കാണട്ടെ. ഒപ്പം നീയും കാണുമല്ലോ. യാദവ് അതിനൊന്നും മിണ്ടിയില്ല. എന്തേ ഒന്നും മിണ്ടാത്തത്? സമൂഹം നിന്നെ നോക്കി കല്ലെറിയും. സ്വന്തം ഭാര്യയെ ഈ വിധം ദ്രോഹിച്ചവനെ പൂവിട്ട് പൂജിക്കില്ല. ഞാൻ എല്ലാം നല്ല വൃത്തിക്ക് കണ്ടതാ. നിന്റെ ഭ്രാന്ത്, അതും എൻ്റെ പെണ്ണിൻ്റെ മേലെ. അതിനെ വേദനിപ്പിക്കുമ്പോൾ നിനക്കെന്ത് സുഖമാ കിട്ടിയത്? ഇനി നീ അറിയും അവൾ അനുഭവിച്ചതിൻ്റെ ഇരട്ടി വേദന. യാദവ് രൂക്ഷമായി അവനെ നോക്കി. ഇന്നലെ നീ കാണിച്ചു തന്നില്ലേ? അതിൽ ഞാനൊരു പേ പിടിച്ച നികൃഷ്ട ജീവിയെ കണ്ടു. ഭാര്യയെ സ്നേഹിക്കുന്നത് അങ്ങനെയല്ല. ഞാൻ അവളെ പ്രണയിക്കും, പക്ഷേ പ്രദർശിപ്പിക്കാൻ പറ്റില്ല. അത് ഞങ്ങളുടെ സ്വകാര്യത. എടാ, അപ്പോ നീ അവൾക്ക് വേണ്ടി എന്നെ കുടുക്കിയതാ അല്ലേ? ഇതേവരെ മനസ്സിലായില്ലേ നിനക്ക്? ഉറച്ച ധൈര്യത്തോടെ മാത്രം എൻ്റെ മുന്നിൽ തലയെടുപ്പോടെ നിന്ന എൻ്റെ സീതാലക്ഷ്മി ഞാനെല്ലാം കണ്ടു എന്ന വേദനയിൽ മരിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞു. ഞാനൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞ് അതിനെ സമാധാനിപ്പിച്ചു. പക്ഷേ ആ സമയത്ത്
നിന്റെ തലവര ഞാൻ കുറിച്ചു വെച്ചു. പൊതിഞ്ഞു പിടിച്ചോ. പക്ഷേ ഇതിന് പ്രതികാരം യാദവ് വീട്ടും. എന്നെ ഈ വിധമാക്കിയതിന് നിന്റെ കമ്പനിയെ വരെ നാണം കെടുത്തിക്കും ഞാൻ. അവൻ കൈ ചുരുട്ടി പിടിച്ചു. ആയിക്കോട്ടെ, പക്ഷേ തോൽവി യാദവിന് മാത്രമായിരിക്കും. കാരണം ബർമ ഗ്രൂപ്പിൻ്റെ MD അഭിമന്യുവാ. വീണിടത്ത് നിന്ന് ഞാൻ പറന്നുയരും. നീ നോക്കിക്കോ. അഫി കാറിലേക്ക് കയറി. നിനക്ക് ലിഫ്റ്റ് തരാൻ പറ്റില്ല. നിന്റെ കാർ ഇപ്പോൾ വരും. തൊട്ടടുത്ത നിമിഷം തന്നെ യാദവിൻ്റെ കാറ് അവനടുത്ത് ചേർത്ത് നിർത്തി. അതിൽ നിന്നും അജ്മലും ദാവീദും ബാക്കി 2 പേരും ഇറങ്ങി. എന്നെ ഒരു സ്റ്റാർട്ടപ്പ് അമ്മച്ചാനെ, ആദ്യമായി കാണുന്ന ഒരാളെ ഇങ്ങനെ വിശ്വസിക്കാമോ? നല്ല കൂടിയ ഇനം വിസ്കി മുന്നിൽ വന്നാൽ വിശ്വാസമൊക്കെ താനേ വരും, ദാവീദ് പറഞ്ഞു. യാദവ് അജ്മലിനെ തുറിച്ചു നോക്കി. നോക്കണ്ട, നീ ഞങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ടാ ഇവനെ ഇറക്കിയത്. പുതിയ ആളൊന്നും അല്ല, ജയിലിലായിരുന്നു. അവർ 4 അഫിയുടെ വണ്ടിയിലേക്ക് കയറി. ആ കാറ് മറയുന്നത് നോക്കി നിന്നു. അത് അത്രയും കണ്ടിട്ടും അവളോട് ഇവൻ ഇത്രയ്ക്കും ഇഷ്ടം തോന്നാൻ എന്താ കാരണം? യാദവ് സ്റ്റിയറിങ്ങിൽ കമിഴ്ന്നു കിടന്നു. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തു. എന്താ ബേബി ഇത്? TV-യിൽ മൊത്തം നീയും ആ പെണ്ണും നിറഞ്ഞു നിൽക്കുവാണല്ലോ. നാണക്കേട്. നിർത്തടി, നീ കാര്യം അറിയാതെ തുള്ളുവാണ്. അവൻ അഭിമന്യു എന്നെ കുടുക്കിയതാ. അവൾ ഒന്ന് അടങ്ങി. എങ്ങനെ? പെട്ടെന്ന് ചോദിച്ചു. ഇന്നലെ എൻ്റെ കാറ് ഒരുത്തൻ്റെ ബൈക്കിൽ ഒന്ന് തട്ടി. അവൻ്റെ കയ്യിലിരുന്ന കേക്കും ഡെക്കറേഷൻ സാധനങ്ങളും റോഡിൽ വീണു. ആൾക്കാർ തടിച്ചുകൂടി. അവന് പ്രശ്നമൊന്നുമില്ലായിരുന്നു. കുഞ്ഞിൻ്റെ 2nd ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വാങ്ങിയ സാധനങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ ഞാനതെല്ലാം വാങ്ങിക്കൊടുത്തു. അജ്മൽ, അവൻ എന്നെ ഈവനിങ് പാർട്ടിക്ക് ക്ഷണിച്ചു. പക്ഷേ കുരുക്കാണെന്ന് അറിഞ്ഞില്ല. സാരമില്ല ബേബി, നീ ഇനി എന്നാ ഇങ്ങോട്ടേക്ക്? ഐ മിസ് യു. അവൾ കൊഞ്ചി. ഉടനെയില്ല. അഭിമന്യു വർമ്മയുടെ അഹങ്കാരം അത് തീർത്തിട്ട് വരാം. പക്ഷേ എനിക്ക് വേണ്ടി നീ ഒരു കാര്യം ചെയ്യേണ്ടി വരും. നിനക്ക് വേണ്ടി എന്ത് ഞാൻ ചെയ്യും. അത് കഴിഞ്ഞ് ഞാനും വരാട്ടോ. എന്തിന്? അവനെ നോക്കി വെള്ളം ഇറക്കാനോ? യാദവിന് കലിയിളകി. എൻ്റെ ബേബി, എന്നാലും ആ നശിച്ചവൾക്ക് ഇത്രയും നല്ലൊരു ചെക്കനെ എങ്ങനെയാ കിട്ടിയത്? അവൻ എന്തോ കണ്ട് മയങ്ങിക്കിടക്കുക. യാദവ് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് ഡാഷ്ബോർഡിലേക്ക് എറിഞ്ഞു. ഡൈനിങ് ടേബിളിൽ നിരന്നിരിക്കുന്ന ഫുഡ്. വർമ്മ എല്ലാം ഒന്ന് തുറന്നു നോക്കി. എന്താച്ചാ? ആദ്യ ചിരിയോടെ 2 പ്ലേറ്റ് എടുത്തു. ചപ്പാത്തിയും വെജ് കറിയും പകർന്നു. അഫിയും പിന്നാലെ ഇന്ദുജയും വന്നു. മോന് ചിക്കൻ നൂഡിൽസാണ്, മമ്മ ഉണ്ടാക്കിയതാ. എത്ര ദിവസമായി എൻ്റെ മോന് എന്തേലും ഉണ്ടാക്കി തന്നിട്ട്? വർമ്മ ദയനീയമായി തല താഴ്ത്തി. ദൈവമേ, വായിൽ വയ്ക്കാൻ പറ്റുമോ ആവോ? നൂഡിൽസ് അല്ലേ, എളുപ്പ പണിയാ. അതെങ്കിലും പഠിച്ചു വെച്ചിട്ടുണ്ട്. അഫി ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ഫോൺ ശബ്ദിച്ചതും മുന്നിലിരുന്ന ഫോൺ കയ്യിലേക്ക് എടുത്തു. അതിലേക്ക് നോക്കി ചുറ്റിനും ഇരിക്കുന്നവരെ മറന്ന് ചിരിച്ചു. ആരാ അഫി? പെട്ടെന്ന് മമ്മയുടെ ശബ്ദം. അവൻ ഒന്ന് ചുമച്ചു. ഞെട്ടലോടെ ഫോണിൽ നിന്നും കണ്ണുകൾ പിൻവലിച്ചു. അത് ആരവ്. അവനെന്തിനാ ഈ സമയത്ത് വിളിക്കുന്നേ? നീ എടുക്കണ്ട, കഴിക്ക്, ഇന്ദുജ കടുപ്പത്തിൽ പറഞ്ഞു. ആദിയും വർമ്മയും അഫിയെ ഏറെ കണ്ടിട്ട് നോക്കുന്നുണ്ട്. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് വാഷ് ഏരിയയിലേക്ക് നടന്നു. അഫി, ഇന്ദുജ ഗൗരവത്തിൽ വിളിക്കുന്നുണ്ട്. അവൻ അത് ശ്രദ്ധിക്കാതെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ അവളുടെ ഒരു ന്യൂഡിൽസ്, ഇതിലും വായ്ക്ക് രുചിയുള്ള ന്യൂഡിൽസാണ് വിളിക്കുന്നത്, വർമ്മ രഹസ്യം പറഞ്ഞു. ആദി അച്ഛനെ നോക്കി കണ്ണുരുട്ടി. എന്താടി? മറുവശത്ത് അവൻ്റെ സ്വരം. അവൾ കണ്ണുകൾ അടച്ചു. ഒരുപാട് ഇഷ്ടമാണ് ആ ശബ്ദം പോലും. ലക്ഷ്മി? എന്ത് പറ്റി? കോൾ ചെയ്യാൻ അഭിമന്യുവിനെ മിസ് ചെയ്യുന്നുണ്ടോ? ഒരു മിസ്സിങ്ങും ഇല്ല. ഞാൻ ന്യൂസ് കാണുമായിരുന്നു. സാറ് കണ്ടില്ലേ? എടുത്തടിച്ച പോലെ ചോദിച്ചു. ഞാൻ നേരിട്ട് കണ്ടു, പിന്നെ TV-യിലേക്ക് നോക്കിയില്ല. അഫി പൊട്ടിച്ചിരിക്കുന്നുണ്ട്. എന്നാലും യാദവും ദിയയും അതെങ്ങനെ? ഇവർക്ക് പരിചയമുണ്ടോ? അവൾക്ക് സംശയം. ഒരു കാര്യം ചെയ്യ്, നിന്റെ മറ്റവനോട് വിളിച്ച് ചോദിക്ക്. എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. എടോ, താനെന്താടോ ഇപ്പോൾ? ദേ, എൻ്റെ മുന്നിൽ വന്ന് നിന്നാണ് പറഞ്ഞതെങ്കിൽ അഭിമന്യുവിൻ്റെ അടുത്ത കവിളിലും. അവൾ പെട്ടെന്ന് നിർത്തി. എന്താടി ബാക്കി എവിടെ? ലക്ഷ്മി ഒന്നും മിണ്ടുന്നില്ല. ഇനി ഉമ്മ തരും എന്നാണോ നീ ഉദ്ദേശിച്ചത്? അല്ല, നല്ല അടി തരും. എന്നാ ഇപ്പം ഞാൻ വരട്ടെ?
അവൻ ഉറക്കെയാണ് ചോദിച്ചത്. എന്നെ കാണുമ്പോൾ ഈ സീത പൂച്ചയാകും, അടി തരാൻ മറക്കും, അഫി കളിയാക്കലോടെ പറഞ്ഞു. ലക്ഷ്മി ശബ്ദമില്ലാതെ ചിരിക്കുന്നുണ്ട്. സാർ, ഇന്നെന്തിനാ അത്രയും കാശ് അയച്ചത്? എൻ്റെ സാലറി മാത്രം മതി. അവൻ കണ്ണുകൾ മുറുകെ അടച്ച് സ്വിങ്ങിൽ ചാരിയിരുന്നു. നീ ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോ, ഗുഡ് നൈറ്റ്. അവൻ കോൾ കട്ട് ചെയ്ത് കണ്ണ് തുറന്നതും മുന്നിൽ വർമ്മയും ആദിയും. അഫി എഴുന്നേറ്റു. എന്തോ ഒരു ചുറ്റിക്കളി മണക്കുന്നില്ലേ, വർമ്മ പറഞ്ഞു. ആദി പുഞ്ചിരിയോടെ നിൽക്കുന്നു. അഫി അവൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി. നീ എൻ്റെ പിന്നാലെ നടക്കുക, എല്ലാം അറിഞ്ഞ് ഡാഡിയെ സമയത്തിന് അറിയിച്ചോളും അല്ലേടാ? അഫി തമാശയുടെ മുഖഭാവം വിട്ട് വർമ്മ ഗൗരവത്തിൽ അവൻ്റെ തോളിൽ അമർത്തി പിടിച്ചു. ലക്ഷ്മിയെ നീ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിലൊന്നും ഞാൻ എതിരല്ല, പക്ഷേ അതിനെ സങ്കടപ്പെടുത്തരുത്. നീ അറിഞ്ഞതും അറിയാത്തതുമായി ഒരുപാട് കാര്യങ്ങളുണ്ടാവും അതിൻ്റെ ജീവിതത്തിൽ. എനിക്ക് അവളെ കല്യാണം കഴിക്കണം. ഡാഡി മമ്മയോട് സംസാരിച്ച് നാളെ തന്നെ സമ്മതം വാങ്ങിത്താ. വർമ്മ കണ്ണും തള്ളി ശ്വാസമെടുക്കാൻ മറന്നതുപോലെ നിന്നു. അച്ഛാ, ആദി വിളിച്ചു. എൻ്റെ പൊന്നു മോനെ, ഈ കാര്യത്തിൽ നീ എന്നോട് ഒരു സഹായവും ചോദിക്കരുത്. ഞങ്ങൾ ഒരു റൂമിലാണേ കിടക്കുന്നത്. നിന്റെ മമ്മ എന്നെ കൊല്ലാനും മടിക്കില്ലടാ. അഫി ചിരിച്ചു പോയി ആദിയെ നോക്കി. നീ എന്തേലും ബുദ്ധി പ്രയോഗിക്ക്, വലിയ ബിസിനസ്സുകാരനല്ലേ, ഒപ്പം എന്ത് സഹായത്തിനും ഞാൻ നിൽക്കാം, ആദി പറഞ്ഞു. അഫി അകത്തേക്കുള്ള സ്റ്റെപ്പുകൾ ഓടിക്കയറി. ദൈവമേ, ഈ രണ്ടെണ്ണവും കൂടി ചേർന്ന് എന്നെ കൊലയ്ക്ക് കൊടുക്കും എൻ്റെ അച്ഛാ. അഫിയുടെ മനസ്സിൽ എന്തോ ഒരു പ്ലാനുണ്ട്, അവൻ അത് നടപ്പാക്കും. വർമ്മ സിങ്ങിലിരുന്നു. അല്ല മോനെ ആദി, നിന്നെ കീർത്തി വിളിക്കാറില്ലേ? ആ വിളിക്കും. പോയിരുന്ന് പഠിക്കാൻ പറഞ്ഞു. വിളിച്ചാൽ വെക്കില്ല, തലതിരിഞ്ഞ പെണ്ണ്. ഓ, റൊമാൻസിക്കാൻ അറിയാത്ത മരങ്ങോടൻ. അതിൽ എൻ്റെ അഫി മുരടനെ കണക്കിരുന്നാലും എന്നാ പഞ്ചസാരയാ. ആയിരിക്കും, വർമ്മയുടെ സ്വഭാവം അതുപോലെ അവനാവും കിട്ടിയത്. അച്ഛൻ്റെ കണ്ണ് പുറത്തേക്ക് വീഴും പരുവത്തിന് തള്ളി. എടാ, നീ ഏത് സ്വഭാവമാണ് പറഞ്ഞത്? എല്ലാം. ആദി ഓടുന്നുണ്ട്. വർമ്മയ്ക്ക് സന്തോഷം തോന്നി. ലക്ഷ്മിയും കീർത്തനയും ഈ വീട്ടിലേക്ക് വന്നാൽ ഇവിടം സ്വർഗമാകും. ഇപ്പോൾ തന്നെ രണ്ടു മക്കളും സംസാരിച്ചു തുടങ്ങി. പക്ഷേ ഇവിടെയുള്ള താടകയെ എങ്ങനെ ഒതുക്കും? വരുന്നതിൽ ഒരാൾ പുലിക്കുട്ടിയാണ്, അവർ നോക്കിക്കോളും. ഇവിടെ ആരുമില്ലേ? ഉമ്മറ വാതിൽക്കൽ ചാരി നിന്ന് രാജൻ ചോദിച്ചു. സിദ്ധുവും അടുക്കളയിൽ നിന്ന് അച്ചമ്മയും അങ്ങോട്ടേക്ക് ചെന്നു. രാജനോ? കയറി വാ, ഇരിക്ക്, അച്ചമ്മ സ്നേഹത്തോടെ പറഞ്ഞു. വേണ്ട, മാധവൻ എവിടെ? അയാൾ ഗൗരവത്തിലാണ്. അച്ഛൻ കുളിക്കുവാ. സിദ്ധു പെട്ടെന്ന് അച്ഛനെ വിളിക്കാനായി ഓടി. എന്താ രാജ, വയ്യേ? അച്ചമ്മ ചോദിച്ചിട്ടും അയാൾ ഒന്നും പറയാതെ തല വെട്ടിച്ചു. മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു. രാജനോ? വാടക ഇന്നലെ ഞാൻ തൻ്റെ ഭാര്യയെ ഏൽപ്പിച്ചു. മാധവൻ തല തുവർത്തി ചിരിയോടെ വരുവാണ്. ഹാ, കാശ് അവൾ ഇന്നലെ തന്നെ തന്നു. ഞാൻ ഒരു കാര്യം പറയാനാ വന്നത്. ഉടനെ തന്നെ മറ്റൊരു വീട് നോക്കി അങ്ങോട്ടേക്ക് മാറാൻ നോക്ക്. 1500 രൂപയ്ക്ക് എനിക്ക് മുതലാവില്ല. രാജ, എന്താ ഇങ്ങനെയൊക്കെ? ഞങ്ങളുടെ അവസ്ഥ തനിക്ക് അറിയാവുന്നതല്ലേ? എന്തവസ്ഥ? ഇപ്പോൾ നിന്റെ മോൾക്ക് ജോലിയായല്ലോ, നല്ല ശമ്പളവും കാണും. മോന് വാടക കൂട്ടി വേണോ? എത്രയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തരാം. പക്ഷേ മാറിത്തരാൻ മാത്രം പറയരുത്. പെട്ടെന്ന് ഒരു വീട് കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടാ. അച്ചമ്മ താഴ്മയായി അപേക്ഷിക്കുന്നു. എനിക്ക് അതൊന്നും അറിയണ്ട. ഈ വീടും പുരയിടവും ഞാൻ വിൽക്കാൻ തീരുമാനിച്ചു. നല്ല ഒരു കൂട്ടര് വന്നു. അടുത്ത മാസം രജിസ്ട്രേഷനാണ്. നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുമെങ്കിൽ 10 ലക്ഷം രൂപ തന്നാൽ മതി. രാജൻ ധൃതിയിൽ റോഡിലേക്ക് ഇറങ്ങി. മാധവൻ എന്തു ചെയ്യും എന്നറിയാൻ വയ്യാത്ത അവസ്ഥയിൽ നിന്നു. ദിവസങ്ങൾ വേഗത്തിൽ കൊഴിഞ്ഞു നീങ്ങി. ബിസിനസ് തിരക്കുകൾക്കിടയിൽ അഫി ലക്ഷ്മിയെ കാണാൻ വന്നതേയില്ല. മാമ, സാർ ഇന്ന് ഈവനിങ് വരും. നാളെ മുതൽ ഞാൻ ഓഫീസിൽ പോയി തുടങ്ങും. സൂക്ഷിക്കണം കേട്ടോ മോളെ. കൂട്ടുകാരിയോട് എല്ലാം പറയണം. കുഞ്ഞിന് താങ്ങായി നിന്ന കുട്ടിയാ. അവൾക്ക് ഒരു വിഷമം വരുമ്പോൾ മോള് കൂടെ വേണം. ലക്ഷ്മി തല കുലുക്കി സമ്മതിച്ചു. അഫിയുടെ കാറ് ഗേറ്റ് കടന്നു വന്നു. ലക്ഷ്മി എവിടെ മാമ? റെഡിയായി നിൽക്കാൻ ഞാൻ പറഞ്ഞതാണല്ലോ. വെയിറ്റ് ചെയ്യാൻ സമയമില്ല. ഈ ഒരാഴ്ച നിന്ന് തിരിയാൻ സമയം കിട്ടിയില്ല.
അതിൻ്റെ കൂടെ എൻ്റെ PS ലീവും. സാറല്ലേ ലീവ് തന്നത്? ബാഗും പിടിച്ച് മുന്നിൽ നിൽക്കുന്നുണ്ടവൾ. ആ, ഇനി നിനക്ക് ലീവ് തരുന്ന പ്രശ്നമില്ല. സാറ് തരണ്ട. ഞാൻ വർമ്മ സാറിനോടോ അഥർവ് സാറിനോടോ ചോദിക്കും. ഒരു വലിയ MD വന്നിരിക്കുന്നു, രാവണൻ. അവർ രണ്ടും പോകാനിറങ്ങി. പോവുകയാണ് മാമേ, പിന്നെ ഇടയ്ക്ക് വിളിക്കാം. കരുണാകരൻ തലകുലുക്കി. യാത്രയിൽ ഉടനീളം അവൾ മൗനമായിരുന്നു. ലക്ഷ്മി. അവൻ കാറ് സൈഡൊതുക്കി. ഇരുട്ടാണ്, ആൾ തിരക്കുണ്ട്. എന്നാലും അവൾ പരിഭ്രമത്തോടെ അഭിയെ നോക്കി. എന്താ നീ ഒന്നും മിണ്ടാത്തെ? അവൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ലീവ് തന്നത് ഞാനാ, പക്ഷേ നീ ഇല്ലാത്ത നിമിഷങ്ങൾ വല്ലാത്ത ഒറ്റപ്പെടലായിരുന്നു. എന്താ ഓഫീസിലെ പെൺപിള്ളേരെ ആരെയും കിട്ടിയില്ലേ? അവൻ്റെ കണ്ണുകൾ കൂർത്തു. ദേഷ്യത്തിൽ മുഖം ചുവന്നു. അവൾക്ക് ഒരു കുലുക്കമില്ല. ദിയ വന്നില്ലേ സാർ? ഇല്ല. ഓ, അതാവും എന്നെ മിസ് ചെയ്തത്. അവളുണ്ടേൽ നല്ല കാഴ്ചകൾ കാണാമായിരുന്നു. അവൻ അവളുടെ കയ്യിലെ പിടിവിട്ടു. പിന്നെ ഒന്നും സംസാരിച്ചില്ല. വീടെത്തി. ലക്ഷ്മി ഡോർ തുറന്നതും അഫി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. നെഞ്ചിലേക്ക് ചേർത്ത് കെട്ടിപ്പിടിച്ചു. നീ തർക്കുത്തരം പറയുന്നത് എനിക്കിഷ്ടാ, പക്ഷേ കുറച്ച് മുന്നേ പറഞ്ഞത് ഇനി വേണ്ട. അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തിക്കൊണ്ട് അവൾ ചിരിച്ചു. പതിയെ മിഴികൾ ഉയർത്തി. കണ്ണുകൾ തമ്മിൽ കൊരുത്തു പോകുന്നു. അവൻ തല താഴ്ത്തി നെറ്റിയിൽ പ്രണയത്തോടെ ചുംബിച്ചു. നാളെ മുതൽ ഈ PS അഭിമന്യുവിനൊപ്പം ഉണ്ടാകുമല്ലോ? അവൾ പതിയെ അകന്നു മാറി. ഞാൻ പോവുക. നിത്യയോട് എല്ലാം പറയട്ടെ? പറഞ്ഞോ. ആ റിലേഷൻ വേണ്ട. അവനെ ഉടനെ ഓഫീസിൽ നിന്ന് തട്ടി വെളിയിൽ കളയും. നാളെ ഒരു ശുദ്ധി കലശമുണ്ട്. അവൾ ഗേറ്റ് കടന്നു പോയി. നിത്യ ലക്ഷ്മിയെയും കാത്ത് ഉമ്മറത്ത് തന്നെ ഉണ്ട്. പെട്ടെന്ന് അവൻ്റെ കാറ് സ്റ്റാർട്ടാവുന്ന ശബ്ദം. നീ ആർക്കൊപ്പമാ വന്നേ? ഞാൻ പറഞ്ഞില്ലേ നിന്നെ വിളിക്കാൻ സഞ്ജു വരുമെന്ന്. ലക്ഷ്മി നിത്യയുടെ കയ്യിൽ പിടിച്ചു. വാ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. രണ്ടുപേരും വീട്ടിനുള്ളിലേക്ക് കയറി. ഡോറടച്ചു.